ഒരമ്മ ഗർഭിണിയാകുമ്പോൾ പല സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആശകളും ഒക്കെ തന്നെ കാണുമല്ലേ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഒരു കുഞ്ഞിക്കാൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് നമ്മുടെ കൈകളിലേക്ക് വരുന്നത് നമ്മുടെ ഒരു സ്വപ്നം തന്നെയാണ്. ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ ആ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ആഘോഷമായിട്ട് അവരത് കൊണ്ടാടും. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടി ഒരമ്മയാവാൻ പ്രാപ്തിയായി, അല്ലേ? കല്യാണം കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാകാനുള്ള ഒരു തയ്യാറെടുപ്പ് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു തയ്യാറെടുപ്പാണ് ഈ നമ്മൾ പീരീഡ് ആവുക എന്നൊക്കെ പറയുന്ന ഒരാദ്യഘട്ടം. അപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, എല്ലാവരും ആഘോഷമായിട്ട് കൊണ്ടാടും. കുട്ടി വളരും, കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു, കുട്ടിക്കൊരു കുട്ടി ഉണ്ടാകുന്നു. സ്വാഭാവികമല്ലേ, കുട്ടിക്കൊരു കുട്ടി ഉണ്ടാവും. കുട്ടിക്കൊരു കുട്ടി ഉണ്ടായപ്പോൾ തന്നെ കുട്ടിയുടെ അച്ഛൻ മരണപ്പെടുകയാണ്. അത് കുട്ടി ഉണ്ടായത് കൊണ്ട് മരണപ്പെട്ടതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ സംഭവിക്കില്ല എന്നുള്ളത് നമ്മുടെ തലവരയിലുണ്ട്, അല്ലേ? അതെല്ലാവർക്കും സ്വാഭാവികമാണ്, എല്ലാവർക്കും അതുണ്ട്. ജനിക്കുമ്പോഴേ എഴുതി വിടുന്നതാണ്, അല്ലെങ്കിൽ ജനിക്കുമ്പോഴേ നമ്മുടെ ഇതിലൊരു വിധി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു കർമ്മ, അല്ലേ? അതാത് സമയത്ത് സംഭവിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. അത് ആ കുട്ടി ജനിച്ചത് കൊണ്ട് സംഭവിച്ചതല്ല. ഈ അമ്മ തെറ്റിദ്ധരിക്കുകയാണ്. കുട്ടി ജനിച്ചപ്പോൾ തന്നെ അച്ഛൻ മരിച്ചു, ശാപമാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കൊരു നിഗൂഢതയായ ചിന്തകളും ആഴത്തിലുള്ള രീതികളും അവരുടെ പ്രവൃത്തികളും ഒക്കെ ആഴത്തിലേക്ക് കടന്നു പോകുന്ന തരത്തിലാണ്. അതായത് ജാതകം നോക്കുക, പിന്നെ ശാസ്ത്രമനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക, അതങ്ങനെ സംഭവിക്കും, ഇതിങ്ങനെ സംഭവിക്കുമെന്ന് പറയുക, ഇതൊക്കെ വളരെ തെറ്റാണ്. സംഭവിക്കാനുള്ളത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും, മനസ്സിലായില്ലേ? അതായത് ഞാനൊരു നായർ പെൺകൊച്ചാണ്, അതുകൊണ്ട് എനിക്കറിയാം ഈ നായർ കുടുംബത്തിൽ നടക്കുന്ന എന്തൊക്കെ ഐറ്റങ്ങളാണ്, സംഭവങ്ങളാണെന്നൊക്കെ. അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല, മനസ്സിലാവുന്നുണ്ട്? നമ്മൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ എന്ത് ചിന്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി ജനിച്ച ഉടനെ അച്ഛൻ മരിച്ചു. അപ്പോൾ കുട്ടി വളർച്ചയിലേക്ക് വന്നപ്പോൾ കുട്ടിയുടെ കാതിൽ കേൾക്കുന്ന രീതിയിൽ പറയുകയാണ്, നിൻ്റെ തലവട്ടം കണ്ടു, അങ്ങേര് പോയി, എൻ്റെ ജീവിതം തൊലഞ്ഞു എന്നും ഈ പറച്ചിലാണ് ഈ കുട്ടിയുടെ മുമ്പിൽ. ഈ കുട്ടിക്ക് എന്നും അത് കേൾക്കുമ്പോൾ മാനസികമായിട്ട് ഒരു പൊള്ളലും വേദനയും ഒക്കെ തന്നെയാണ്. അങ്ങനെ ഈ കുട്ടി വളർന്നു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ വേറൊരാളെ സ്വീകരിച്ചു. കുട്ടിയോട് പറഞ്ഞു കുട്ടിയുടെ അച്ഛനായി കണക്കാക്കണം എന്ന് പറഞ്ഞ് വേറൊരാളെ അമ്മ സ്വീകരിക്കുകയാണ്. ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ ആ മനുഷ്യൻ്റെ കുട്ടിയല്ലല്ലോ, ആ മനുഷ്യൻ്റെ ചോരയിലെ കുട്ടിയല്ല, മറ്റൊരു പുരുഷനാണ് ഈ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്, മറ്റൊരു പുരുഷൻ്റെ കുട്ടിയാണ് ഈ വീട്ടിലുള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ ജീവിച്ചു വരികയാണ്. ഒരു സുപ്രഭാതത്തിൽ ഈ കുട്ടി വളരെ വലിയ കുട്ടിയാകുന്നതിന് മുമ്പ് തന്നെ ഈ മനുഷ്യൻ ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഒന്ന് നോക്കണേ, പുറമേന്ന് വന്ന ഒരുത്തനാണ്. അവന് ചിന്തിക്കാം, അവൻ്റെ മകളായി ചിന്തിക്കാം, അല്ലേ? മകളല്ലെങ്കിൽ പോലും മകളായി ചിന്തിക്കാം. പക്ഷെ അവൻ ചിന്തിച്ചത് കാമ കണ്ണുകളോടെയാണ് ആ കുട്ടിയെ നോക്കിക്കണ്ടത്. കാമവെറിയോടുകൂടിയാണ് ആ കുട്ടിയെ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരുന്നത്. ആ കുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ അമ്മ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഒരു 20 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അമ്മ ഈ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. കല്യാണം കഴിപ്പിച്ചത് ആർക്കാണ്? ഒരു പ്രായമുള്ളൊരു മനുഷ്യന്. ഈ കുട്ടിയിൽ നിന്നും 10-30 വയസ്സ് കൂടുതലുള്ളൊരു മനുഷ്യനാണ് ഈ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. ഈ കുട്ടിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും ഈ കുട്ടിയെ ബലാത്കാരമായി കെട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോഴോ അവിടെയും കഷ്ടതയോട് കഷ്ടത. ഈ പ്രായമേറിയ മനുഷ്യന് പ്രായം കുറഞ്ഞ കുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കൊരു സംശയരോഗമുണ്ട്. കാരണം ഞാൻ പ്രായമായ ഒരു വ്യക്തിയാണ്, അയ്യോ ഇവക്ക് എന്നിലുള്ള സ്നേഹം കുറയുമോ, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന തികയാതെ വരുമോ, ഇവൾ വേറെ ആരെങ്കിലും നോക്കുമോ, ഇവൾ ചെറുപ്പക്കാരനായ ആരെങ്കിലും തേടുമോ, കണ്ടെത്തുമോ, അവരോട് പോകുമോ എന്നുള്ള സംശയരോഗം മനസ്സിലിങ്ങനെ ഉറവിട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ ദിവസവും ഈ മനുഷ്യൻ ഓരോ തരത്തിൽ ആ കുട്ടിയെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നു.
ഇതിനിടയിൽ ഒരു ദിവസം ആ കുട്ടിയെ യൂറിൻ വരെ കുടിപ്പിച്ചു ഈ മനുഷ്യൻ. എത്ര ക്രൂരനല്ലേ! ഇവനൊക്കെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? പ്രായമായ വ്യക്തികൾ ഇന്നൊരാളെ അല്ലെങ്കിൽ മറ്റൊരാളെ സഹായത്തിന് തേടുന്നത് അവർക്കൊരു ആശ്വാസത്തിന് വേണ്ടി. സെക്സ് പരമായല്ല നമ്മളവിടെ ചിന്തിക്കേണ്ടത്. ഒരല്പം സംസാരിക്കാൻ, ചിരിക്കാൻ, കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ, ഫുഡ് ഉണ്ടാക്കി തരാൻ, പെട്ടെന്ന് വയ്യാതെ കിടന്നാൽ ഒരു ഗ്ലാസ് വെള്ളം നനത്തി തരാൻ, അങ്ങനെയൊക്കെ വേണം പ്രായമായവർ ചിന്തിക്കേണ്ടത്. അല്ലാതെ അയ്യോ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഇപ്പം തന്നെ സെക്സ് ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, മാങ്ങയാണ്, മാടയാണ്, കോടയാണ്, അങ്ങനെ അല്ല ചിന്തിക്കേണ്ടത്. കാമക്കണ്ണുകളോടെ അല്ല നോക്കേണ്ടത്. ഒരു നമ്മളിൽ നിന്ന് ഏജ് കുറഞ്ഞൊരു കുട്ടിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു മകളുടെ സ്ഥാനത്ത് കാണുക, കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക. ഇത് ഇവൻ്റെ ചിന്ത, ഇവൾ വേറെ പോകുമോ, വേറെ ആരെങ്കിലും നോക്കുമോ, ചെറുപ്പക്കാരി കുട്ടിയല്ലേ, അങ്ങനെ സംശയരോഗം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. ഈ കുട്ടിയെ പൂട്ടിയിടുക, പുറത്തു വിടാതിരിക്കുക, പുറലോകം കാണിക്കാതിരിക്കുക, യൂറിൻ കുടിപ്പിക്കുക, അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഈ കുട്ടിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. കാരണം ഈ കുട്ടിയുടെ അമ്മ തന്നെ ഈ കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ആരോട് പറയും? കുട്ടിയുടെ സങ്കടം ആരോട് പങ്കുവെക്കും? നിലവിളി ആരോട് പങ്കുവെക്കും? പുറത്ത് കേൾക്കാൻ പറ്റുന്നില്ല. വീട് അടച്ചിട്ടിട്ടാണ് ഈ മനുഷ്യൻ പുറത്ത് പോയാൽ വീട് പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത്. കാരണം ഈ മനുഷ്യന് സംശയരോഗമായി. ഞാൻ പോകുമ്പോൾ ഇവൾ ആരെങ്കിലും ചാറ്റുമോ, പോകുമോ, ഒരു ഫോൺ കൊടുത്തിട്ടില്ല, ഫോൺ സംസാരിക്കാനുള്ള മാർഗമില്ല. എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, വീടിനകത്ത് കിടന്നുകൊള്ളുക. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഈ കുട്ടിക്ക് 2 കുട്ടികളുണ്ടായി, 2 ആൺകുട്ടികൾ. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിലും ആ കുട്ടിക്ക് 2 ആൺകുട്ടികളാണ് കൊടുത്തത്. അതെത്ര ഭാഗ്യമല്ലേ! പെൺകുട്ടികൾ കൊടുത്തിരുന്നെങ്കിലോ ഇവൻ പെൺകുട്ടിയെയും പീഡിപ്പിച്ചേനെ. കാലം അങ്ങനെയാണ്. നമുക്ക് പെൺകുട്ടികളെ വീട്ടിൽ നിർത്തിയിട്ട് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. നമുക്ക് ആരെയും വിശ്വാസമില്ല. സ്വന്തം അച്ഛനെ, സ്വന്തം കൂടപ്പിറപ്പിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അപ്പോൾ മറ്റൊരു പുരുഷനെ കല്യാണം കഴിക്കുമ്പോൾ ആ മറ്റൊരു പുരുഷൻ്റെ മുമ്പിൽ സ്വന്തം മകളെ വിടാൻ പറ്റുമോ? എങ്ങനെ നമ്മൾ വിശ്വസിച്ച് വിടും? ഒരിക്കലും വിടാൻ പറ്റില്ല. ഇനിയിപ്പോൾ എത്ര പതിവ്രതയായ പുരുഷനെന്ന് പറഞ്ഞാലും അവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് ആണിനെയും പെണ്ണിനെയും വിശ്വാസമില്ല. എന്നാൽ വളരെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് നല്ല ഫ്രണ്ട്ഷിപ്പുകളുണ്ട്. അവരെ മാത്രമാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ളത്. അല്ലാതെ ഒന്നിനെ എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഹായ് ബായ് മാത്രമേ പറയുള്ളൂ. കാരണം ചിരിക്കുന്നവരാരും നല്ലവരല്ല. അവർ നമ്മളെ നോക്കുമ്പോൾ മറ്റൊരു അർത്ഥത്തിലാണ് അവർ നമ്മളെ നോക്കിക്കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഈ കുട്ടിക്ക് 2 ആൺകുട്ടികളുണ്ടായി. ആ കുട്ടി വളർന്നപ്പോൾ അച്ഛനേറെ പക്വതയായി, പ്രായമായി. അച്ഛൻ ശോഷിതനായി. അച്ഛൻ ശോഷിതനായി കിടന്നപ്പോൾ അമ്മ കുട്ടികളെയും കൊണ്ട് അമ്മ പോയി. അമ്മയ്ക്ക് അപ്പോഴാണ് മോചനം കിട്ടിയത്. കുട്ടികൾ വളർന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് മോചനം കിട്ടിയത്. സെൻട്രൽ ജയിൽ ജീവിതത്തിൽ നിന്നൊരു മോചനം കിട്ടിയത്. അങ്ങനെ ഈ മനുഷ്യനെ നോക്കാൻ ആരുമില്ലാതെയായി. ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ആ വീട്ടിൽ കിടക്കാൻ തുടങ്ങി. ഏറെ നാളുകളായി. എണീറ്റ് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഒരു എഴുത്തെഴുതി ഈ മനുഷ്യൻ. ആർക്കാണ്? പ്രായം കുറഞ്ഞ് കല്യാണം കഴിച്ച ഭാര്യയ്ക്ക്. അങ്ങനെ ഭാര്യയ്ക്ക് എഴുതിയ എഴുത്താണ്: ഞാൻ ചെയ്തത് വളരെ തെറ്റുകളായിരുന്നു. നിന്നെ ഒരുപാട് ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലെ ഒരു സംശയരോഗമായിരുന്നു. നിനക്ക് പ്രായക്കുറവാണ്, എനിക്ക് പ്രായം കൂടുതലാണ്. അപ്പോൾ നീ എന്നെ വിട്ടു പോകുമോ എന്നുള്ളൊരു ഭയവും ടെൻഷനുമായിരുന്നു. നിന്നെ ഞാൻ ഒരുപാട് ടോർച്ചർ ചെയ്തു. എന്നോട് ക്ഷമിക്കൂ. ഞാൻ ചെയ്ത തെറ്റിനെല്ലാം എനിക്ക് ദൈവശിക്ഷ തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു ലെറ്റർ എഴുതി. അങ്ങനെ ഇവൾ 2 കുട്ടികളെയും കൊണ്ട് അച്ഛനെ കാണാൻ വരികയാണ്. അച്ഛനെ കാണാൻ വന്നപ്പോൾ തന്നെ അച്ഛൻ 2 മക്കളെയും ഭാര്യയും കണ്ടപ്പോൾ തന്നെ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു തുള്ളി വെള്ളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ മടിയിൽ പിടിച്ച് കിടത്തി ആ അച്ഛന് വെള്ളം കൊടുക്കുകയാണ്. വെള്ളം കൊടുത്തതോടുകൂടി അച്ഛൻ്റെ കണ്ണുകൾ അടഞ്ഞു. അച്ഛൻ മരണപ്പെട്ടു. ഇതാണ് പറയുന്നത്, സംശയരോഗം നമ്മളെ എവിടെയും കൊണ്ടെത്തിക്കും. സംശയരോഗമുണ്ടോ ആ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. അതാണിലും പെണ്ണിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയരോഗമുണ്ടോ ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകത്തില്ല. അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവർ ഒരുപാട് പേരുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണം, എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതല്ലേ. ഒരു മനുഷ്യനെ ടോർച്ചർ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മൃഗീയമായ കാര്യമാണ്.
ഒരാളുടെ സന്തോഷം കളഞ്ഞുകൊണ്ട് മറ്റൊരാളെ സന്തോഷിക്കുക എന്ന് പറയുന്നതും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്നേഹിക്കൂ, സ്നേഹങ്ങൾ പങ്കുവെക്കൂ, സന്തോഷമായി ജീവിതം മുന്നോട്ട് പോകട്ടെ. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് ജീവിക്കൂ. പക്ഷേ എങ്കിലും അവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരിക്കലും കലിപ്പ് തീരുന്നില്ല ജീവിതത്തിൽ. കലിപ്പോട് കലിപ്പ്. പ്രശ്നങ്ങൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ 1000 പ്രശ്നങ്ങൾ പറയാനേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇതിൽ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കതിന് റിപ്ലൈ പറയുമെങ്കിലും പറഞ്ഞാലും തീരാത്ത റിപ്ലൈകളാണ്. ഒരുപാട്. ഇങ്ങനെ ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ ഓരോരുത്തരുടെ ജീവിതത്തിലും. ഞാൻ പറയുന്നത്, പ്രായമായവർക്ക് ചെറുപ്പമുള്ള കുട്ടികളെ കൊടുക്കാതിരിക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്നത്.